തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യയിൽ പ്രത്യേക അന്വേഷണ സംഘം അനിലിന്റെ വീട്ടിലെത്തി. അമൽ തേനംപറമ്പൻ വിവരങ്ങളുമായി. അമൽ, നേരത്തെ ആത്മഹത്യാക്കുറിപ്പ് അടക്കം പുറത്തു വന്നിരുന്നു. നിക്ഷേപകർ പണം തിരിച്ചടയ്ക്കാതെ വഞ്ചിച്ചത് മൂലമുള്ള സാമ്പത്തിക പ്രതിസന്ധിയാണ് അനിലിന്റെ ആത്മഹത്യക്ക് ഇടയാക്കിയത്. എന്തൊക്കെ കാര്യങ്ങളാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്? അനിലിന്റെ ആത്മഹത്യയെക്കുറിച്ച് പുറത്തു വന്നതിന് ശേഷം അഭിലാഷ് വലിയ തോതിലുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് BJP നേതൃത്വത്തിനെതിരെയാണ് ആക്ഷേപങ്ങൾ ഭൂരിഭാഗവും ഉയർന്നത്. BJP നേതൃത്വം സഹായിച്ചില്ല എന്നുള്ള തരത്തിലായിരുന്നു ഉയർന്ന വിമർശനങ്ങൾ. പ്രത്യേകിച്ചും അനിലിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞു വെച്ചിരുന്നത് തന്നെ ഒറ്റപ്പെടുത്തി, ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒറ്റപ്പെടുത്തി എന്നുള്ള കാര്യം ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞു വെച്ചിരുന്നു. അത് BJPയുടെ നേതൃത്വത്തിലുള്ള ഒരു ബാങ്കാണ്. ആ ബാങ്കിൽ നിന്നും പണം എടുത്ത ആളുകൾ അത് തിരിച്ചടച്ചില്ല. ആ തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്ന് വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ആ ബാങ്കുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അതേ തുടർന്നാണ് അനിലിന്റെ ആത്മഹത്യ ഉണ്ടാകുന്നത്. സ്വന്തം ഓഫീസ് കെട്ടിടത്തിലാണ് അനിൽ ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യ ചെയ്തതിനു ശേഷം BJP നേതൃത്വം പ്രതിക്കൂട്ടിലായിരുന്നു. പക്ഷേ നേതൃത്വത്തിന് ആവശ്യത്തിൽ പങ്കില്ല എന്നുള്ളതാണ് പ്രതിരോധമായി BJP പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും ആ വീട്ടിലെത്തി കുടുംബാംഗങ്ങളുടെ അടക്കം വിശദമായ മൊഴി രേഖപ്പെടുത്തി മുന്നോട്ട് പോകാനാണ് അന്വേഷണ സംഘം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കുടുംബവും ഈ വിഷയത്തിൽ പാർട്ടിക്കെതിരെ പരസ്യമായി ഒന്നും പറയുന്നില്ല എങ്കിൽ കൂടി എന്തെല്ലാം വിവരങ്ങളാണ് കുടുംബത്തിന് പറയാനുള്ളത് എന്നുള്ളതെല്ലാം ശേഖരിക്കുക. അതോടൊപ്പം തന്നെ ഈ നിക്ഷേപകരുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം ശേഖരിക്കുക. അതിനുശേഷം ഒരു നിഗമനത്തിലേക്ക് എത്താം എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതിന്റെ ആദ്യ പടി എന്നോണമാണ് ഇപ്പോൾ വീട്ടിലെത്തി വിവരങ്ങൾ തേടുന്നത്. അഭിലാഷ്.